ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 10 റുപ്പി കോയിനായിട്ടാണ്. മറ്റാരുടേതല്ല, ഹോമി ജഹാംഗീർ ബാവ എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയുടെ ന്യൂക്ലിയർ പ്രോഗ്രാമിൻ്റെ ഫാദറിൻ്റെ ഒരു ഓർമ്മയ്ക്കായി 100th ബർത്ത് സെൻറ്റിനറി ആയിട്ട് കേന്ദ്ര സർക്കാർ ഇറക്കിയത് ഒരു കോയിനാണ് ഈ 10 റുപ്പി കോയിൻ. ഓക്കെ, ഇത് 2009 റിലീസ് ചെയ്തിരിക്കുന്നത്. ഇത് ബൈമെറ്റാലിക്കാണ്, അതായത് 2 മെറ്റൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ സെൻട്രൽ വരുന്നത് കോപ്പർ നിക്കലും ഔട്ട്സൈഡ് വരുന്നതും ഒരു നിക്കൽ ബ്രാസ് റിങ്ങുമാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 27 mm ആണ്, മില്ലിമീറ്ററാണ്. അതുപോലെ ഇത് വെയ് ചെയ്യുന്നത് 7.71 ഗ്രാമാണ്. ഓക്കെ, അപ്പോൾ ഈ കോയിനകത്ത് ആരുടെയാണ് ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആരെയാണ് ഇതിനെ നമ്മൾ ഓർമ്മയ്ക്കായിട്ട് ഇറക്കിയിരിക്കുന്നതാണ്, ഇറ്റ്സ് ഹോമി ജഹാംഗീർ ബാവ. പുള്ളി വേറെ ആരുമല്ല, പുള്ളി ഒരു പത്മഭൂഷൺ അവാർഡിയാണ്. അതേപോലെ ആഡംസ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം മേടിച്ച ഒരു ന്യൂക്ലിയർ പവറിൻ്റെ ഒരു പിതാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ, അതായത് ഇന്ത്യ ഇപ്പം മുന്നിട്ട് നിൽക്കുന്ന ഒരു ശക്തി എന്ന് പറയുന്നത് ന്യൂക്ലിയർ പവറിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള പുള്ളിയാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ ഓർമ്മയ്ക്കായിട്ട് 2009 റിലീസ് ചെയ്ത, അതായത് 100 വർഷമായി, പുള്ളി ജനിച്ചിട്ട് 100 വർഷമായതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഇറക്കിയ ഒരു കോയിനാണ് ഈ 10 റുപ്പി കോയിൻ. അപ്പം ഈ ഒരു കോയിനകത്ത് നമുക്ക് ഇന്ത്യയുടെ കുറച്ച് ചരിത്രം ഒളിഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ പുള്ളിയെക്കുറിച്ച് കുറേ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും. പുള്ളിയാണ് നമ്മളെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചിൻ്റെ ഫൗണ്ടിങ് ഡയറക്ടറും പ്രൊഫസറുമായിട്ട് പ്രവർത്തിച്ചിരുന്നത്. അതുപോലെ തന്നെ പുള്ളി കണ്ടുപിടിച്ച ഒരു സ്ഥാപനമാണ് അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന ട്രോംബെ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. പക്ഷേ അതിനെ ലേറ്റർലി റീനെയിം ചെയ്തേക്കുന്നത് ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടാണ്. പുള്ളിക്ക് 1954 പത്മഭൂഷൺ അവാർഡ് കിട്ടിയിരിക്കുന്നത്. അതേപോലെ നോബൽ പ്രൈസിനും പുള്ളി നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് 1951 53 56 കാലയളവിൽ. പുള്ളി 1966 ഒരു ഫ്ലൈറ്റ് ആക്സിഡൻറ്റിൽ മരിച്ചു പോയുണ്ടായി. അപ്പോൾ ഇത്രയും മഹത്വം എത്തിയ ഒരു ഡെബിറ്റ് വെച്ചിട്ട് 10 റുപ്പി കോയിനാണ് നമ്മളിപ്പം അറിഞ്ഞത്. ഇനി നമുക്ക് ഇതേപോലെ ഇഷ്ടംപോലെ കോയിൻസോ അതിൻ്റെ ചരിത്രങ്ങൾ അറിയാൻ വേണ്ടി ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് വെയിറ്റ് ഫോർ അനദർ വീഡിയോ. താങ്ക് യു.